ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 5x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4 ഡി എക്സ്. ഇവിടെ ശ്രദ്ധിക്കണം, പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമോ? ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമിലാണ്. നമ്മൾ പരമാവധി എക്സിൻ്റെ ടേമിലുള്ള ഫാക്ടർ വരാനാണ് നോക്കുന്നത്. ഇവിടെ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അത് കഴിഞ്ഞ് എക്സ് സ്ക്വയർ മൈനസ് 4 വന്നിട്ടുണ്ടല്ലേ. അതിനാ നമുക്ക് ഫാക്ടറൈസ് ചെയ്തൂടെ? എക്സ് സ്ക്വയർ മൈനസ് 4 എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്നാക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫാക്ടറൈസേഷൻ ഫുള്ളും ചെയ്ത് വെച്ചേക്കാം. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4 എന്താണ്? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ന്യൂമറേറ്റർ 5x dx. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമല്ലോ? അതെ, പോളിനോമിയൽ ബൈ പോളിനോമിയൽ. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവാണ് ന്യൂമറേറ്റർ, അറിയാലോ. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. 5x ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലേ. എങ്ങനെ എഴുതും? എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ പ്ലസ് സി ബൈ തേർഡ് ഫാക്ടർ. ഇങ്ങനെ 3 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കാണും. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 3 എണ്ണം ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റും. എ ഇൻറ്റു അതർ 2 ഡിനോമിനേറ്റർ, അതായത് എക്ക് താഴെയുള്ളതല്ല മറ്റ് 2 ഡിനോമിനേറ്റർ. എ ഇൻറ്റു അതർ 2 എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു ബിക്ക് താഴെയുള്ളതല്ല മറ്റ് 2 ഡിനോമിനേറ്റേഴ്സ്. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് സി ഇൻറ്റു സിക്ക് താഴെയുള്ളതല്ല അതർ 2 ഡിനോമിനേറ്റർ. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ശരിയല്ലേ എഴുതിയിരിക്കുന്നത്? കറക്റ്റ് അല്ലേ? ഇതാണ് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ന്യൂമറേറ്റർ. അത് ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്ററിനോട് ഈക്വൽ ആയിരിക്കണം. ഇനി നമ്മൾ എയും ബിയും സിയും കാണാൻ പോവാണ് അല്ലേ. അതിന് വേണ്ടി ഇവിടെ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. അതിന് 0 ആക്കാൻ വേണ്ടി എക്സിന് -2 കൊടുക്കാം. എക്സിന് -2 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ -2 + 2 0 ആയി പോകുമല്ലോ. അപ്പോൾ അത് 0 ആയി പോയി, അത് എഴുതുന്നില്ല. ഇവിടെ എക്സിന് -2 കൊടുത്താൽ ബി ഇൻറ്റു -2 + 1. -2 + 1 -1 ആണ്. -2 -2 -4. ഇവിടെ എക്സിന് -2 കൊടുത്താൽ -2 + 2 0. -5 ഇൻറ്റു -2 -10. അപ്പോൾ ബി എന്ത് കിട്ടും? ഇവിടെ 4b = -10 അല്ലേ. 4b = -10, b = -10/4 ഓർ b = -5/2 കിട്ടും. ബിയുടെ വാല്യൂ -5/2. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് കൊടുത്തെന്നാണ് പറഞ്ഞത്? -2 കൊടുത്തിരുന്നു. അത് കഴിഞ്ഞാൽ വരുന്ന ഫാക്ടർ എക്സ് -2 ആണ്. ഇത് 0 ആവണമെങ്കിൽ എക്സിന് 2 കൊടുക്കണം. 2 - 2 0 ആണല്ലോ. നമ്മൾ എക്സിന് 2 കൊടുക്കാൻ പോവാണ്. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 - 2 വരും, അത് 0 ആയിപ്പോയി. ഇവിടെ എക്സിന് 2 കൊടുത്താൽ 2 - 2 അതും 0 ആയിപ്പോയി. ഇവിടെ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ സി ഇൻറ്റു 2 + 1 3 ആണ്. 2 + 2 4 ആണ്.
റൈറ്റ് സൈഡിൽ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 5 × 2 10 ആണ്. അപ്പോൾ സി ഈക്വൽ ടു 10/12 അല്ലേ, ശരിയല്ലേ നോക്കിയേ, 10/12 ഓർ 5/6 കറക്റ്റ് അല്ലേ. ഇനി നമുക്ക് ബിയും സിയും കിട്ടി, ഇനി എ കിട്ടാനുണ്ട്. അപ്പോൾ തുടക്കത്തിൽ എക്സിന് -2 കൊടുത്തു, ഇതിനെ 0 ആക്കി. പിന്നെ എക്സിന് 2 കൊടുത്ത് ഇതിനെ 0 ആക്കി. വേറൊരാളുണ്ട് x+1, അതിനെ 0 ആക്കാൻ എക്സിന് -1 കൊടുത്താൽ മതി. എക്സിന് -1 കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? a × എക്സിന് -1 അല്ലേ, -1 + 2 വരും ഇവിടെ. -1 + 2 1 അല്ലേ, -1 - 2 -1 - 2 -3 അല്ലേ. പിന്നെ എക്സിന് -1 കൊടുത്ത് കണ്ടില്ലേ, എക്സിന് ഞാൻ -1 കൊടുത്തു, കറക്റ്റ് തന്നെ അല്ലേ നോക്കി. അതെ, ഇവിടെ എക്സിന് -1 കൊടുത്താൽ ഇവിടെ -1 + 1 0. ഇവിടെ എക്സിന് -1 കൊടുത്താൽ -1 + 1 0. ഫസ്റ്റ് ടേം മാത്രം ബാക്കി വരും. റൈറ്റ് സൈഡിൽ എക്സിന് -1 കൊടുത്താൽ 5 × -1 -5. -3 × a = -5. മൈനസ് വെട്ടിക്കളഞ്ഞു, അറേഞ്ച് ചെയ്യുക 5/3. 3 അങ്ങോട്ട് പോയതാണേ. a = 5/3 കിട്ടി. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓഫ് തന്നിരിക്കുന്ന ഫംഗ്ഷന് സ്പ്ലിറ്റ് ചെയ്ത് a/x+1 b/x+2 c/x-2 എന്നാക്കിയിരുന്നു. a എന്ന് പറഞ്ഞാൽ 5/3 അല്ലേ, 5/3/x+1. b/x+2ൽ b -5/2 ആണ് അല്ലേ, അപ്പോൾ -5/2 / x+2. c/x-2ൽ c എത്ര? 5/6. 5/6/x-2 dx. ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴേ 5/3 × 1/x+1 എന്ന് പറഞ്ഞാൽ log x+1 ശരിയല്ലേ. ഇനി -5/2 മാറ്റി നിർത്താം, 1/x+2ൻ്റെ log x+2 + 5/6 × 1/x-2 എന്ന് പറയുന്നത് log x-2 + c ആണ് ആൻസർ.